നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോർക്കളത്തിൽ ഇറാന് ഒരു നിഴൽ സഹായി. സ്വയം പുറത്തേക്ക് വെളിപ്പെടാതെ എന്നാൽ ടെഹ്റാന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ആത്മാഭിമാനത്തിൽ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. യുഎസിന്റെ പോർ വിമാനങ്ങളും പടക്കപ്പലുകളും IRGC ആക്രമിക്കുന്നു. പ്രിസിഷൻ അറ്റാക്കാണ് ഇറാൻ നടത്തുന്നത്. അതായത് ഏത് മേഖലയിലാണോ കപ്പലുകളും പോർ വിമാനങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം നോക്കി അടിക്കുന്നു. ഇത്ര കൃത്യമായ ഒരു അറ്റാക്ക് അമേരിക്കയ്ക്ക് നേരെ നടത്തണമെങ്കിൽ ഇറാന് പുറത്തുനിന്നൊരു സഹായം ലഭിക്കുന്നുണ്ട്. ഇറാന്റെ നിഴൽ സഹായി മോസ്കോ. പുടിന് നേരെ വിരൽ ചൂണ്ടി വൈറ്റ് ഹൗസ്. റഷ്യയോട് കലിയിളകുകയാണ് ഡൊണാൾഡ് ട്രംപിന്. പശ്ചിമേഷ്യയിൽ പോരാട്ടം കൂടുതൽ സങ്കീർണമാകുന്നു. യുദ്ധത്തിൽ ഇറാന് ശക്തമായ പിന്തുണയുമായി റഷ്യ എത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയുടെയോ ചൈനയുടെയോ സഹായമില്ലാതെ ഇത്ര കൃത്യമാർന്ന അറ്റാക്ക് നടത്താനോ അമേരിക്കയോട് ഇങ്ങനെ പിടിച്ചു നിൽക്കാനോ ഇറാന് കഴിയില്ല. റഷ്യ തന്നെയാണ് പിന്നിലെന്ന് വൈറ്റ് ഹൗസ് സംശയിക്കുന്നു. കാരണം ചൈനയേക്കാൾ ഇറാനുമായി വൈകാരിക അടുപ്പമുള്ളത് പുടിനാണ്. അമേരിക്കൻ യുദ്ധ കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും സ്ഥാനങ്ങൾ സംബന്ധിച്ച തന്ത്രപ്രധാനമായ ഉപഗ്രഹ ഇന്റലിജൻസ് വിവരങ്ങൾ റഷ്യ കൈമാറുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം മികച്ചതാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആയത്തുള്ള അലി ഖമനേയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നയാളാണ് വ്ളാഡിമിർ പുടിൻ. മാത്രമല്ല പരിക്കേറ്റ മുജിതബയ്ക്ക് അഭയം നൽകിയത് റഷ്യയാണെന്ന ആരോപണവും ഉണ്ട്. US യുദ്ധക്കപ്പലുകൾ, എയർക്രാഫ്റ്റ് മേഖലയിലുള്ള മറ്റ് ആസ്തികൾ എന്നിവ സംബന്ധിക്കുന്ന വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയെന്നാണ് റിപ്പോർട്ട്. US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റ് പ്രസ്സും ഇത് റിപ്പോർട്ട് ചെയ്തു. റഷ്യയാണ് മുന്നോട്ട് പോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇറാന് നൽകുന്നത്. ഇതാദ്യമായാണ് റഷ്യ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നതെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. മിലിറ്ററി വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നുണ്ടെന്നാണ് USന്റെ കണ്ടെത്തൽ. യുദ്ധത്തിൽ റഷ്യൻ ഇടപെടലിനെ കുറിച്ചുള്ള സൂചനകൾ കരോലിന ലാവിറ്റും നൽകിയിരുന്നു. റഷ്യയുടെ ചാര ഉപഗ്രഹ സംവിധാനമായ ലിയാനയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇറാന് പ്രധാനമായും ലഭിക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ബഹിരാകാശ പദ്ധതിയിലും റഷ്യയ്ക്ക് നിർണായക പങ്കുണ്ട്. 2022 റഷ്യൻ സഹായത്തോടെ വിക്ഷേപിച്ച ഇറാന്റെ ഖയ്യാം സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങളും റഷ്യൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡാറ്റയും സംയോജിപ്പിച്ചാണ് ഇറാന് നൽകുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ ഇറാൻ റഷ്യയ്ക്ക് നൽകിയ ഷാഹിദ് കാമിക്കേസ് ഡ്രോണുകൾ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ അപകടകാരികളായി മാറിയിരിക്കുകയാണ്. ക്യാമറകൾ, മികച്ച നാവിഗേഷൻ സംവിധാനങ്ങൾ, AI ഇവ ഉൾപ്പെടുത്തി റഷ്യ ഇവയെ നവീകരിച്ചിട്ടുണ്ട്. റഷ്യൻ നിർമ്മിതമായ കൊമേറ്റബി എന്ന ആന്റി ജാമിംഗ് നാവിഗേഷൻ മൊഡ്യൂൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഇപ്പോൾ തിരികെ ഇറാന്റെ കൈകളിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇറാൻ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഡ്രോണുകളാണ്. ഇറാനെ സഹായിക്കുന്നത് റഷ്യയാണെന്ന ആരോപണം ഉന്നയിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും രംഗത്ത് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് റഷ്യ രഹസ്യാന്വേഷണ പിന്തുണ നൽകിയെന്ന് തുറന്നടിക്കുകയാണ് സെലൻസ്കി. ആക്രമണത്തിന് മുന്നോടിയായി റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ നിർണായക അമേരിക്കൻ കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ ആവർത്തിച്ചു പകർത്തിയതായിട്ടാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മാർച്ച് 24-നും 26-നും ഇടയിൽ മിഡിൽ ഈസ്റ്റിലെ വിവിധ US സഖ്യകക്ഷി താവളങ്ങളുടെയും സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ ശേഖരിച്ചതായി സെലൻസ്കി എക്സിൽ കുറിച്ചു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ മാർച്ച് 26-നാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു US സൗദി സേനകൾ സംയുക്തമായി ഉപയോഗിക്കുന്ന ഈ താവളത്തിന് നേരെ ഇറാൻ പ്രഹരമേൽപ്പിച്ചത്. ആക്രമണത്തിന് മുൻപ് മാർച്ച് 20, 23, 25 തീയതികളിൽ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഈ എയർബേസിന്റെ ചിത്രങ്ങൾ പകർത്തിയതായി സെലൻസ്കി NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യൻ ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശം തുടർച്ചയായി ചിത്രീകരിക്കുന്നത് ആക്രമണത്തിനുള്ള കൃത്യമായ പ്ലാനിങ്ങിന്റെ സൂചനയാണെന്നാണ് സെലൻസ്കിയുടെ നിരീക്ഷണം. ഒരു തവണ ചിത്രം പകർത്തുന്നത് തയ്യാറെടുപ്പിന്റെയും രണ്ടാം തവണ പകർത്തിയാൽ അതൊരു സിമുലേഷന്റെയും ഭാഗമാണെന്നാണ് സെലൻസ്കി ആരോപിച്ചിരിക്കുന്നത്. മൂന്നാമതും ചിത്രം പകർത്തിയാൽ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അവിടെ ആക്രമണം നടക്കുമെന്ന് തങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നതെന്നും സെലൻസ്കി അവകാശപ്പെട്ടു. റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തനിക്ക് 100% ഉറപ്പാണെന്നും ഇത് റഷ്യയുടെ താൽപ്പര്യമാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു.
പ്രിൻസ് സുൽത്താൻ എയർബേസിന് പുറമെ മറ്റു പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും റഷ്യൻ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യയിലുള്ള US-UK സംയുക്ത സൈനിക കേന്ദ്രം, കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം, ബർഗാൻ എണ്ണപ്പാടം എന്നിവ മാർച്ച് 24-ന് ചിത്രീകരിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സൗദിയിലെ ഷൈബ എണ്ണവാതക പാടം, തുർക്കിയിലെ ഇൻസിർലിക് എയർബേസ്, ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് എന്നിവയുടെ ദൃശ്യങ്ങളും റഷ്യൻ ഉപഗ്രഹങ്ങൾ പകർത്തി. ഇറാനെ സഹായിക്കുന്നതിലൂടെ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക തന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടെന്ന് സെലൻസ്കി പറയുന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിക്കാനും അതുവഴി റഷ്യയുടെ വരുമാനം ഉയർത്താനും സഹായിക്കും. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ യുക്രൈനിൽ നിന്ന് മാറ്റാനും റഷ്യ ഇതിലൂടെ ശ്രമിക്കുന്നു. എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. ഇറാനുമായി സൈനിക സഹകരണം തുടരുന്നുണ്ടെങ്കിലും അവർക്ക് ഇത്തരം രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. റഷ്യൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ കനത്ത പ്രഹരമാണ് ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, റഷ്യൻ ആക്രമണ രീതിയാണ് ഇറാൻ പുറത്തെടുക്കുന്നത് എന്നുള്ള ആരോപണവും ശക്തമാണ്. റഷ്യയുടെ സെർജി ലാവ്റോവ് പറഞ്ഞ വാദങ്ങളെ പാടെ തള്ളിക്കളയുകയാണ് വോളോഡിമിർ സെലൻസ്കി. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഒരേ സമയം നിരവധി ഡ്രോണുകൾ അയക്കുന്ന റഷ്യൻ തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. അമേരിക്കൻ സേനയെ ലക്ഷ്യമിടാൻ റഷ്യൻ ഇന്റലിജൻസ് ഇറാനെ സഹായിക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള വലിയ ആയുധ കൈമാറ്റം നടന്നാൽ അത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സൈനിക സഹകരണം പുതിയ തലത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഡ്രോൺ കൈമാറ്റത്തെക്കുറിച്ചുള്ള രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. അതേസമയം ഈ വാർത്തകൾ വ്യാജമാണെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. ഇറാനിയൻ നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണനയിലുള്ള സഹായങ്ങൾക്കാണ് റഷ്യ മുൻഗണന നൽകുന്നതെന്നും ഇറാന് അത്തരത്തിലുള്ള സഹായങ്ങളാണ് നൽകുന്നതെന്നും ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഏകദേശം 13 ടൺ മരുന്നുകൾ ഇതിനോടകം തന്നെ അസർബൈജാൻ വഴി ഇറാനിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്റലിജൻസ് വിവരങ്ങൾ നൽകി ഇറാനെ റഷ്യ സഹായിക്കുന്നുണ്ടെന്ന വാദങ്ങൾ ഉയർന്നു വരുന്നതിനെ പാടെ തള്ളിക്കളയുകയാണ് റഷ്യ ഇപ്പോൾ. എന്നാൽ മറ്റു പല ആരോപണങ്ങളും ശക്തമായി ഉയർന്നു വരുന്നു. ആയുധ കൈമാറ്റത്തിനൊപ്പം തന്നെ ഇറാനുമായുള്ള ഇന്റലിജൻസ് സഹകരണം റഷ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ, ടാർഗറ്റിംഗ് ഡാറ്റ, വിപുലമായ ഇന്റലിജൻസ് പിന്തുണ എന്നിവ റഷ്യ ഇതിനോടകം തന്നെ ഇറാന് കൈമാറി കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇറാന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം സ്ഥിരപ്പെടുത്താനും റഷ്യയുടെ ഈ പിന്തുണ സഹായിക്കുമെന്ന് മുതിർന്ന പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ പ്രധാന യുദ്ധതന്ത്രമായി ഇറാൻ കാണുന്ന വൺ വേ അറ്റാക്ക് ഡ്രോണുകളുടെ ഉൽപ്പാദനത്തിലും റഷ്യ വലിയ സഹായമാണ് നൽകുന്നത്. ഇറാനിയൻ ഡിസൈനുകളെ അടിസ്ഥാനമാക്കി 2023 മുതൽ റഷ്യ സ്വന്തമായി ഡ്രോണുകൾ നിർമ്മിച്ചു വരികയായിരുന്നു. നിലവിൽ ഇറാൻ നിർമ്മിക്കുന്ന ഡ്രോണുകളേക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലുള്ള സംവിധാനങ്ങളാണ് റഷ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഡ്രോണുകളുടെ എഞ്ചിനുകളിലും നാവിഗേഷൻ സംവിധാനങ്ങളിലും മാറ്റം വരുത്തിയ റഷ്യ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുക്കളുടെ സിഗ്നൽ ജാമിങ്ങുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ പുതിയ ഡ്രോണുകൾക്കുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡ്രോണുകൾ ലഭിക്കുന്നതിനേക്കാൾ തങ്ങളുടെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിലാണ് താല്പര്യമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജറാൻ 2 പോലുള്ള അത്യാധുനിക റഷ്യൻ ഡ്രോണുകൾ സ്വന്തമാക്കി അവ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പഠിക്കാനും ആഭ്യന്തരമായി അത് ഉൽപ്പാദിപ്പിക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരം സാങ്കേതിക സഹായങ്ങൾക്കായി ഇറാൻ റഷ്യയെ സമീപിച്ചത്. ഡ്രോണുകൾക്ക് പുറമെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഏകദേശം 500 വെർബലോഞ്ച് യൂണിറ്റുകളും 2500 മിസൈലുകളും 3 വർഷത്തിനുള്ളിൽ കൈമാറാൻ ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ഡിസംബറിൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഏറ്റവും നൂതനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം നൽകണമെന്ന ഇറാന്റെ ആവശ്യം റഷ്യ തള്ളിയിട്ടുണ്ട്. ഈ സംവിധാനം നൽകുന്നത് അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കും എന്നുള്ള ഒരു ആശങ്ക റഷ്യയ്ക്കുള്ളതുകൊണ്ടാണ് ഇതിൽ നിന്നും പിന്നോട്ട് മാറിയത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക ഇടപാടുകൾ തടയാൻ ഇസ്രയേലും ശ്രമിക്കുന്നുണ്ട്. കാസ്പിയൻ കടൽ വഴി റഷ്യയെയും ഇറാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യാപാര പാത കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നു.
കഴിഞ്ഞ വർഷം ഇറാനും റഷ്യയും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഒപ്പിട്ടിരുന്നു. എന്നാൽ പ്രതിരോധ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കാനുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടെ അമേരിക്ക വലിയ പ്രതിരോധത്തിലേക്ക് വീഴുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടെ അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളികളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 4 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം അമേരിക്കൻ സൈന്യം വിക്ഷേപിച്ചത് 850-ലധികം ടോമഹോക്ക് ക്രൂസ് മിസൈലുകളാണ്. ഇത്രയും ഭീമമായ തോതിൽ ആക്രമണം നടത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ആയുധ ശേഖരം കാലിയാകുകയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ ക്ഷാമം രൂക്ഷമായതോടെ പെന്റഗൺ ഉദ്യോഗസ്ഥർ അടിയന്തര ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. വിക്ഷേപിക്കുന്ന വേഗത്തിൽ പുതിയ മിസൈലുകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഒരു ടോമഹോക്ക് മിസൈൽ നിർമ്മിക്കാൻ ഏകദേശം 2 വർഷത്തോളം സമയമെടുക്കും. ഒന്നിന്റെ നിർമ്മാണ ചെലവ് $3.6 ദശലക്ഷം ആണ്. അതായത് ഏകദേശം 30 കോടി രൂപ. വർഷത്തിൽ വെറും 100 കണക്കിന് മിസൈലുകൾ മാത്രമാണ് അമേരിക്ക നിലവിൽ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രതിരോധ ബജറ്റിൽ വെറും 57 ടോമഹോക്ക് മിസൈലുകൾക്ക് മാത്രമാണ് തുക വകയിരുത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ വെറും 4 ആഴ്ച കൊണ്ട് 850 എണ്ണം ഉപയോഗിച്ച് തീർത്തത് സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് ടോമഹോക്ക് മിസൈലുകളുടെ എണ്ണം അപകടകരമാം വിധം കുറവാണെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. അടിയന്തരമായി ഇടപെട്ട് പുതിയവ എത്തിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് മിസൈലുകൾ ഇല്ലാത്ത അവസ്ഥയുണ്ടാകുമെന്നും ഇവർ വാഷിംഗ്ടൺ പോസ്റ്റിനോട് വ്യക്തമാക്കി. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്കൻ സൈനിക നേതൃത്വം. പ്രതിസന്ധി മറികടക്കാൻ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് മിസൈലുകൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കണോ അതോ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പെന്റഗണിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറ്റ് മേഖലകളിൽ നിന്ന് ആയുധങ്ങൾ പിൻവലിക്കുന്നത് രാജ്യാന്തര തലത്തിൽ അമേരിക്കയുടെ പ്രതിരോധ വിന്യാസത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. കാരണം അമേരിക്കയ്ക്ക് ചുറ്റും ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരിടത്തു നിന്ന് ഈ പറയുന്ന ആയുധങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ആ പ്രദേശത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എന്തായാലും വലിയൊരു പ്രതിരോധത്തിലേക്ക് രാജ്യങ്ങൾ വീണിരിക്കുകയാണ്. ഇരു കൂട്ടരുടെയും ആവനാഴിയിൽ ആയുധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റഷ്യ പോലെ ഒരു വമ്പൻ രാജ്യം ഇറാനെ ചില വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നതും.